ടീച്ചർ ഇപ്പം കേൾക്കാമോ? നിങ്ങൾക്ക് ആർക്കും കേൾക്കുന്നില്ലേ? ജോബി ചേച്ചി കേൾക്കാമോ? അതെ. ടീച്ചറിന് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു ചേച്ചി. അതറിയാത്തെ ടീച്ചറിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ടീച്ചർ പോയി. ടീച്ചർ ഇല്ലാലോ. ടീച്ചർ പോയി. ഹലോ, വന്നല്ലോ. പക്ഷെ വിട്ടുവിട്ടാ കേൾക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ട് ടീച്ചറെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ടീച്ചർ കേൾക്കുന്നില്ലയോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. ശരിയായോ? ഗുഡ് മോർണിംഗ്. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ, മഴയൊക്കെ ഉണ്ടോ അവിടെ? അടിപൊളി മഴയാ. അടിപൊളി മഴയാണോ? മഴയും തണുപ്പും കൂടെ മാഡം. ടീച്ചറിന്റെ ക്ലാസ്സിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പനിയായിട്ടും കിടപ്പായിരുന്നു ഈ കഴിഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് മാഡം. മാഡം അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം? ഇംഗ്ലീഷിന്റെ നോട്ട്സ് തരാൻ പറ്റുമോ? നോട്ട്സ് തരുന്നുണ്ടല്ലോ. അല്ല, ഈ ബുക്കായിട്ട് തരാൻ പറ്റുമോ? PDF എടുക്കുന്നുണ്ട്, നോട്ട്സ് എടുക്കുന്നുണ്ട്. നോക്കി എഴുതിയെടുക്കണം. Then the last class. Hello all, good morning. പറഞ്ഞു ടീച്ചറെ. Okay, join ചെയ്യണോളൂ. ജസ്റ്റ് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇൻ, നോൺ, ആൻഡ് അറ്റ് അവിടെ വരില്ലേ എടുത്തേ? ഓക്കെ, അത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ ടീച്ചർ നിർത്തിയത്. ചെയ്യാട്ടോ. നമുക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ, ഓൺ ആൻഡ് അറ്റ് പ്രിപ്പോസിഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ആയിട്ടും, അതായത് സമയത്തെ സൂചിപ്പിക്കാൻ ഡിഫറെന്റ് യൂസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ഡിഫറെന്റ് യൂസസ് ഇൻ, ഓൺ ആൻഡ് അറ്റ് അല്ലെ. എവിടെയൊക്കെയാണ് ഇൻ ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഓൺ, അറ്റ് ഉപയോഗിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഒരു ലാർജർ സ്പേസിനകത്താണ് വരുന്നതെങ്കിൽ, അതായത് ഒരു കൺട്രി, ഒരു സിറ്റി, വില്ലേജ്, ഒരു ലാർജർ സ്പേസിനകത്താണ് വരുന്നതെങ്കിൽ ഏത് പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്? ഇൻ ഉപയോഗിച്ച് പറയും അല്ലെ. വി ആർ ഇൻ എറണാകുളം. ഓക്കെ, വി ആർ ലിവിംഗ് ഇൻ എറണാകുളം. ഓക്കെ, he is working in abroad. Okay, he is working in abroad. My brother is in abroad, studying in abroad. Okay, ഒരു ലാർജർ സ്പേസിനകത്താണ് വരുന്നതെങ്കിൽ നമ്മൾ ഇൻ ഉപയോഗിച്ച് പറഞ്ഞു. പിന്നെ ഏതായിരുന്നു? ഫോർ ലോങ്ങർ പീരീഡ്സ്, ഐ മീൻ in front of a year, ഒരു ഇയറിന് മുന്നില്, മന്തിന്റെ മുന്നില് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടത്. ജസ്റ്റ് എ സെക്കൻഡ്, വെയിറ്റ്.
ടീച്ചർ പിന്നെയും പോയി. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അതെ, in front of a month, in front of a year, which preposition we use? ഒരു മന്തിന്റെ മുൻപില്. She joined our company on June. Okay, on ആണോ? മന്തിന്റെ മുൻപിൽ എന്ത് വരും? അറ്റല്ലേ? അല്ല, ഇൻ മന്ത്. In the month of വീണ്ടും ഇന്ന് തന്നെ അല്ലേ? അല്ലെ, in the month of June അല്ലെ? She joined our company in June. വീണ്ടും അല്ലെ? He was born in 1995. He was born in 1995. ഇയറിന്റെ മുൻപിലായാലും പിന്നെന്താ മന്തിന്റെ മുൻപില്, സീസൺസിന്റെ മുൻപില്. ഓക്കെ, സീസൺസ്, സ്പ്രിംഗ്, വിന്റർ, summer, autumn, whatever it is, we use the preposition in. It is too hot in summer. Okay, it is too hot in summer. Okay, before a season also we use the preposition in. പിന്നെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അതിനുശേഷം for shorter periods also, parts of the day. Okay, parts of the day. For shorter period also we use the preposition in ഉപയോഗിക്കുന്നു. Okay, I saw a movie in the afternoon. I saw a movie in the afternoon, in the morning, in the evening. But when we use night, when we talk about night, we use the preposition in. നൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ, നൈറ്റിനെ കുറിച്ച് മാത്രം അല്ലെ, നൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏത് പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? Very good, Reshma. At night. At night. Okay, I'll meet you at night. Okay, I'll be there on at night. I'll be there at night. Okay, അവിടെ ഉണ്ടാകും. Okay, at night. At night ഉപയോഗിച്ച് പറയുന്നു. നൈറ്റിന് മാത്രം നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു? At. Okay, then ബാക്കിയെല്ലാം I'll be there within few days. In few days you can use. Instead of in, we can use sometimes within ഉപയോഗിക്കാം. Okay, I'll be there in few days. I'll meet you in few weeks time. In 2 weeks time. Okay, few അതായത് shorter periods also. Shorter period of time we use the preposition in ഉപയോഗിച്ച് പറയുന്നു. പിന്നെ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? For printed media, I read in the newspaper. Printed media, we use the preposition but use the preposition. When we talk about newspaper, we use the preposition in. Yes, good. Yes, good. When we talk about newspaper, I read in the newspaper. I read the news in the newspaper. Okay, we say that. But instead, when we talk about other medias such as TV, radio, talk about channels, we use which preposition? എന്തുവാ? PDF ഷെയർ ചെയ്താ മിസ് ഡിസ്കസ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കേട്ടോ? ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ നമ്മൾ പബ്ലിക് what we say that when we talk about media such as TV, radio, okay, I saw this news on the TV. I hear this news on radio. Okay, when we talk about BBC channels, BBC, Asian and whatever it is, we use the preposition on. Okay, on ഉപയോഗിച്ച് പറയുന്നു. മറ്റുള്ള മീഡിയാസിനെ കുറിച്ച് പറയുമ്പോൾ preposition on ആണ് ഉപയോഗിക്കുന്നത്. Then when we talk about small vehicles, taxi, car, we are in a taxi. In ഉപയോഗിച്ച് പറയുന്നു. We are in a taxi. Clear ആണോ? We are in a taxi. When we talk about public transportation, we use the preposition on ഉപയോഗിച്ച് പറയുന്നു. We are on a bus. Okay, we are on a bus, on a train, on a metro, whatever it is, we can use on plane. Use on.
Then next one, what? I'll And share the, just a second. I'll share the screen. Wait. Can you see? Can you Yes. see? We're discussing on. To refer to a location on a surface, we use on. Left hand is standing on the surface. Okay. When we want to say which floor we are living. Okay. I'm living in this building. My office is in this building. Okay, my office is in this building. ഈ ബിൽഡിങ്ങിനകത്താണല്ലോ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. എവിടെയാണ് ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ് എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിച്ച് പറയുന്നു? On the sixth floor. My office is on the sixth floor. We use that preposition on. Okay, to refer to a location on a surface. ഒരു സർഫസിന്റെ മുകളിലാണെങ്കിൽ the books are on the table. The books are on the table. Okay, clear or no? Then she sat on the chair. Write this down on a piece of paper. On a paper. On a paper. Hello, please write this down in your notebook. If I want to say, please write this down on a paper. I use the preposition on. If it is something inside in an enclosed area, enclosed space in the apples are in the refrigerator. The apples are in the refrigerator. The cash is in my pocket. Okay, the cash is in my pocket. And what else? The clothes are in the wardrobe. Okay, the clothes are in the wardrobe. Water is in the glass. Okay, the water is in the glass. Okay, we can say that it is an enclosed space. When we want to say something is inside in an enclosed space, we use the preposition in. Okay, clear the line? Then when we say about large vehicles such as public transportation, metro, train, bus, we use the preposition on. But instead, when we talk about bicycles, bike, we use the preposition On. Which preposition is on? Okay, we ride on a bicycle. Okay, on a bike. Okay, we use on. Very good. The next one, TV, radio, internet channels, we use on. Okay, the next one, to refer to a particular day or date. Before we discuss that, when we talk about a specific month, years, we use the preposition in. But when we talk about a particular day, a specific day or date, okay, we use the preposition on. Okay, on his birthday, on Independence Day, on Republic Day. Okay, we use a specific day. We want to mention a specific day. We use the preposition on. Okay, clear, right? The picnic is planned on Sunday. Okay, my birthday is on May 18th. A specific date in front of a specific date. We use the preposition on. Okay. The next one is at. An exact time is given. An exact time is given. So we use the preposition at. I'll see you at 3 o'clock. Okay. The meeting ended at 10:30 a.m. An exact time is mentioned in the sentence. So we use the preposition at in front of that time. Okay. Then at noon, at midnight, at lunchtime, whatever it is, a specific time is given. At bedtime, at noon, at sunrise, at sunset. Okay, we use
the preposition on ഉപയോഗിച്ച് പറയുന്നു. An exact place, okay, an exact place is given, we use the preposition at. Okay, somebody is there at the front door. There is somebody at the front door. I met my teacher at the library. An exact location is given, an exact specific point of place is given, so we use the preposition at ഉപയോഗിച്ച് പറയുന്നു. I dropped her at the bus station. Okay, we use that. Inshallah, just we are revising all these things what we have taught in last day's class. Okay, clear ആണോ? Clear ആണോ? Then we talk about some activities we engaged in. We use the preposition at. Okay, we do some exercise. Okay, we do some exercise. It will be clear. Just a second. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? Okay. Okay, great. First one, I read out the first one. I live dash an apartment dash the 7th floor. Which in an I live in an apartment. അല്ലേ in an apartment അല്ലേ ടീച്ചറെ? yes, in an apartment on 7th floor. on the 7th floor. Yes. Okay, you can speak. Other again, others. What about others? I don't reply. Just text also. You can text me also. Okay. I live in an apartment on the 7th floor. It's right. Yes. The next one. I have an appointment dash Wednesday afternoon. I have on Wednesday afternoon. yes. ഓൺ അല്ലേ? Which one is correct? ഓൺ. Which on or which door? On. Oh, yes, good. On Wednesday afternoon. Okay, on Wednesday afternoon. ഇതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർനൂൺ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പാർട്സ് ഓഫ് ദി ഡേ നമ്മൾ ആഫ്റ്റർനൂൺ അല്ല, എന്ത് ആഫ്റ്റർനൂൺ, എന്ത് മോർണിംഗ്, എന്ത് ഈവനിങ് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ ഒരു സ്പെസിഫിക് ഡേയ്സ് മെൻഷൻ. സോ വി യൂസ് വേർഡ് ഓൺ. ഓൺ ഉപയോഗിച്ച് on Wednesday afternoon, on Monday afternoon, on Monday evening. Okay, we use the preposition on. On ഉപയോഗിച്ച് പറയുന്നത്. Very good, very good. The next one is he lives dash a small town. On a small town. In a small town. On a small town. Lives in a small in ഏറ്റവും കൂടുതൽ പറയുന്നത് നോക്കട്ടെ. ഏറ്റവും കൂടുതൽ ഏത് പ്രിപ്പോസിഷനാ പറയുന്നത് നോക്കട്ടെ. ഇന്നാണ് കൂടുതൽ പറയുന്നത്. ഓണും പറഞ്ഞോടെ ടീച്ചറെ, ടൗണ് വരത്തില്ലേ? മുകളിലാണോ? സ്മോൾ ടൗൺ. അറ്റ് ഒരിക്കലും വരത്തില്ല. ടൗണിന്റെ ഉള്ളിലാണ് അല്ലെ, ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. He lives in a small town. അല്ലെ, for larger space we use the preposition in. അല്ലെ, in. Very good, very good, very good. ഏറ്റവും കൂടുതൽ ആരാ റിപ്ലൈ പറയുന്നത് അതായിരിക്കും കറക്റ്റ്. ഓക്കെ, in ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. That's right answer. Okay, fine. For larger space it is mentioned in a small town. Okay, ഒരു ടൗൺ ആണ് അല്ലെ, ടൗണിനകത്താണ്, അങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. He lives in a I live in Ernakulam. I live in Parapur. Okay, he's working in abroad. For larger space, we use the preposition in. Okay, then he put his bag dash the table. In the table. In the table. In the table. sorry on the table. Table in the പുറത്ത് on the table. To specify a location on a surface, which preposition we use? സർഫസിന്റെ മുകളിലാണ് അല്ലെ. He put his bag On the table. on the table. സർഫസിന്റെ കാര്യമാണ് ഇവിടെ അല്ലെ. സർഫസിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു.
അപ്പൊ നമ്മൾ ഓൺ ദ ടേബിൾ അല്ല, ഇൻ ദ ടേബിൾ ആണോ നമ്മൾ നോക്കിയത്? അല്ല, ഓൺ ദ ടേബിൾ കേട്ടോ. ഓൺ ദ ടേബിൾ. ഹി പുട്ട് ഹിസ് ബാഗ് ഓൺ ദ ടേബിൾ. ക്ലിയർ അല്ലേ? ഹി പുട്ട് ഹിസ് ബാഗ് ഓൺ ദ ടേബിൾ. Then next one is I met him dash the afternoon. At the afternoon, in the afternoon, which one is right? Somebody is typing in the afternoon. In no, at. Somebody is typing at. Somebody is typing At. in. Which one is right? For shorter periods, I mean parts of the day, we use what? Use the preposition parts of the day in before. In front of parts of the day, which preposition we use? എവിടെ ടീച്ചർ? ഏത് ക്വസ്റ്റ്യനായി? 5. 5. I met him dash the afternoon. ഏത് preposition വരും? Parts of the day, ഏത് preposition വരും? ഓൺ അല്ല, ഇൻ. I met him on the afternoon. Yes, in. Okay, very good. But I met him in the afternoon. Parts of the day means ഇപ്പൊ കുറച്ച് നേരത്തെ കൂടി പറഞ്ഞതാണ്. Parts of the day. അതിന് മുൻപായിട്ട് ഏത് preposition ഉപയോഗിക്കും? In the afternoon. Okay, in the afternoon, in the morning, in the evening. Okay, the next one is my meeting is dash 10 o'clock. at Yes, good. At 10 o'clock. An exact time is mentioned here, so we use that. Very good, very good, very good. Then see you dash Monday. on Monday. Very good. See you on Monday. Very good. See you on Monday. Very good. Then we go to the beach dash summer. On summer. In summer. On summer. Before season, which preposition we use? Before season, spring, autumn, summer, winter, whatever it is, we use in. Yes. On. In. In summer, yes. In. Then she will be here dash 3 hours, shorter period of time. At 3 o'clock. 3 hours. 3 hours. She will be here 3 hours. അത് മാഡം സമയത്തിനാണ് അല്ലേ? ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. 3 hours എന്ന് പറയുമ്പോ അവൾ ഇവിടെ ഉണ്ടാകും. 3 മണിക്കൂറിനുള്ളിൽ അവൾ ഇവിടെ കാണും. അവൾ ഇവിടെ ഉണ്ടാകും. On 3 o'clock. On 3 o'clock അല്ലേ മാഡം? ഓൺ ആണോ? 3 o'clock ആണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3 ഹവേഴ്സിനുള്ളിൽ എന്നല്ലേ പറയുന്നേ? 3 hours ആണ്. She will be here dash 3 hours. അല്ലേ? 3 മണിക്കൂറിനുള്ളിൽ. In 3 hours. 3 hours. Short period of time ആണെങ്കിൽ നമ്മൾ in ഉപയോഗിക്കുന്നു. Short period of time ആണെങ്കിൽ നമ്മൾ in ഉപയോഗിക്കുന്നു. Then next one. In 3 hours. Okay, short period of time ആണെങ്കിൽ in ഉപയോഗിച്ച് പറയുന്നു കേട്ടോ. I have a meeting dash 11 AM. At 11 AM. Very good, very good. Very good. At 11 AM. Exact time is given. ജെറി ഒന്നും കൂടി നോക്കണേ, റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് പഠിച്ചു വന്നേ. അടുത്ത ക്ലാസ്സിൽ ഒന്ന് കേട്ട് വന്നേ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്റ്ററോട് ചോദിക്കാം. Then next one is, okay, I have a meeting at 11 AM. Very good. I will have a meeting at 11 AM. The next one, the shop closes dash midnight. At midnight. At midnight. Good. At midnight. The shop closes at midnight. At midnight, at noon, at lunchtime, at bedtime, അല്ലേ? ഒരു exact time ആണ് തന്നിരിക്കുന്നത് കേട്ടോ. Then we use the preposition at. Do you work dash Sunday? On Sunday. On Sunday. On Sunday.
on Sunday. Day is mentioned. Sunday, on Monday, on Sunday, on Wednesday, whatever it is, we use on in front of a day. The next one is Rita went home dash lunchtime. At lunchtime. Yes, At lunchtime. yes, very good, very good. Rita went home at lunchtime. At lunchtime. Rita went home at lunchtime. Then where will you be dash Independence Day? Where will you On. be? On Independence Day. Yes, On. yes. On Independence Day. A specific day is mentioned, so we use the preposition on. The author's name is dash the cover of the page. In the cover of In the the cover of page. the page. The author's name is dash the cover On of the the page. Okay. The author's name is dash the cover of the page. Make it confirm. Which one is right? In or on? On. Yes, sir. On. The author's name is on the cover of the page. Then the author's name is on the cover of the page. Page in on the cover of the page. Okay, I'll read out some more exercise. Just you listen and try to answer the questions. Okay. There is nothing dash my hands. എന്റെ കയ്യിൽ ഒന്നുമില്ല. There is nothing. On my hand. In my At my hand. hand. Sorry, At my hand. In my hand. ഇപ്പോൾ നമ്മൾ hands ഇല്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല. In my hand. അല്ലേ? In my hands. There is nothing in my hands. Okay, we say that. There is nothing in my hands. Then next one. Wait. Just a second. I get up dash 4 a.m. I get up dash 4 a.m. At 4 a.m. Yes, sir. At 4 a.m. Time is mentioned. I get up at 4 a.m. Very good. Then he got married dash 2009. He got married dash 2009. In. Yes, sir. In 2009. A specific year is mentioned, so we use in. Very good, very good. The next one is her birthday. Her birthday is dash June. Dash June. At. On. Oh, on ano. Her birthday is dash June month. At June. June month. At In June month, അല്ലേ? അറ്റാണ്. മന്തിന് മുൻപിൽ എന്താ വരുന്നത്? In On. June month. On ആണോ? മന്തിന് മുൻപില്. Her birthday is in the month of June. Okay. The exam is dash 16th of May. The 16th of May. The exam is dash the 16th of May. In. A specific date is mentioned. A specific date is mentioned. On the 16th of May. Yes, on. Okay, good. The exam is on 16th of May. Yes, good. Life was difficult dash the 1940s. 1940s life വളരെ പ്രയാസമേറിയതായിരുന്നു. Life was difficult dash the 1940s. Period of time is mentioned. Year 1940s is the കാലം. അതായത് in 1940s. Yes, 1940s. In the 1940s. A decade is given that. Okay. Then what? I live dash England. In. In England. Yes, good. I live in England. I live in England. Her birthday is dash 26th April. In. 26th April. Her birthday is on 26th April. A specific date is mentioned, so we use on. On ഉപയോഗിച്ച് പറയുന്നു കേട്ടോ. Her birthday പറഞ്ഞോളൂ. ഇപ്പൊ ഇന്ന് ഓൺ എങ്ങനെ ഡേറ്റിന്റെ അവിടെ ചേർക്കുന്നേ? എന്തുവാ? ഡേറ്റിന് മുൻപില് ഓൺ ഉപയോഗിക്കുന്നു. 26th April. 26th April. കണ്ടോ? ഡേറ്റ് അല്ലേ അത്?
ഡേറ്റിന് മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കണം? ഇൻ ചേർക്കണം. ഓൺ ആണ് ഉപയോഗിക്കുന്നത്. മന്തിന് മുൻപിൽ മാത്രമാണോ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻ ഉപയോഗിക്കുന്നത്. ഇൻ ഉപയോഗിക്കുന്നത്. ഡേറ്റ് വിത്ത് മന്ത് ആണെങ്കിൽ ഓൺ ചേർക്കണം. യെസ്, ഡേറ്റ് വിത്ത് മന്ത് ആണെങ്കിൽ അതായത് സ്പെസിഫിക് ഡേറ്റ് ആണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓൺ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? ഓൺ 26th April it is mentioned. ക്ലിയർ ആണോ? മന്ത്സ് ഉള്ളി ആണെങ്കിൽ ഇൻ ചേർക്കണം. അത് മാത്രമാണെങ്കിൽ ഇൻ ചേർത്ത് പറയൂ കേട്ടോ. ഇപ്പൊ ഒരു ദിവസം മാത്രമാണെങ്കിൽ ഇന്ന് ഓൺ ചേർക്കണം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇന്ന് ചേർക്കണം. അത്രയല്ലേ ഉള്ളൂ ടീച്ചർ? ഡേറ്റ് ആണ് വരുന്നതെങ്കിൽ ഡേറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതായത് ഒരു ദിവസം ഉള്ളതല്ലോ. 26th April ഏതെങ്കിലും ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഓൺ ഉപയോഗിച്ച് പറയണം. പക്ഷെ മാസം she joined our company she joined our company in the month of June. In June you can say that. in ഉപയോഗിച്ച് പറയാം. ക്ലിയർ ആണ്? ക്ലിയർ ആണ് മിസ്. മാസം മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രിപ്പോസിഷൻ ഇൻ ഉപയോഗിക്കുന്നു. ഡേറ്റ് അല്ലെങ്കിൽ ഡേ, മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ ഡേ അല്ലെങ്കിൽ ഡേറ്റ് ആണ് തന്നിട്ടെങ്കിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. Then next one is Reena is waiting for you dash the bus stop. Reena is waiting for you dash the bus stop. In the bus stop. Right? In the bus stop. In the bus stop. Right? Right or no? In the bus stop or no? On the bus stop. By ആണ്. Which one is right? Make it confirm, please. So many confusion came. Let's stop. An exact place is given. So which one we use? At Or which one? first up. Or which one? Ano? Ano? Reena is waiting for you dash the bus stop. ഒരു പ്ലേസ് തന്നിട്ടുണ്ട് അവിടെ. അവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. Reena is waiting for you at the bus stop. അയ്യോ അല്ലേ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോ വേറെ വരുന്നല്ലോ. At the bus stop. Reena is waiting for you at the bus stop. An exact place is given. At the bus stop. Bus stop will. At the library. I meet my teacher at the library. Okay, at the bus stop ആണ് no right answer. At the bus stop. At. Clear ആണോ? At. Then you are standing dash my food. You are standing dash my food. At school. You are standing dash my food. മാം ചോദ്യം ഒന്നുകൂടെ പറയുമേ? നീല കാലുമലാണ് നിൽക്കുന്നേ. On my food. സ്കൂളാണ്. On my food. അല്ല നീ എന്റെ കാലിന് പുറത്താണ് നിൽക്കുന്നത്, മുകളിലാണ്. You are standing on my food. Yes, good. You just revise all these things. Okay. Just revise all these things. Okay. The next one we are going to discuss about what's the use of for and since. What's the difference between for and since? When we use since, when we use for. നമ്മൾ എപ്പോഴാണ് since ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് for ഉപയോഗിക്കുന്നത്? വർഷത്തില് since 1987 പറയുന്നു കേട്ടിട്ടുണ്ട്. Since 1987 is good. Starting point of time, which shows a specific, okay, to refer a specific time in the past. അതായത് പാസ്റ്റിലെ എപ്പോഴാണോ ഈ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തത്, starting point of time. Clear ആണോ? Which shows. Can you make a sentence by using since? Jerry? Shop started at since 2010. Okay. Since 2008. Ten. The show started at
sorry, the shop started since 2008. You said that, right? Yes, ma'am. Okay. Then I worked in this institution since 2008. You can say that. Okay, ഞാൻ എവിടെ മുതലാണ്, എന്ന് മുതലാണ്, from which point of time? A specific point of time in the past when I begin this activity. ഈ ഒരു ആക്ഷൻ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുമ്പോൾ when it is started in the past, അതിൽ പാസ്റ്റിൽ എന്നാണ് ഞാൻ സ്റ്റാർട്ട്, since, okay, it has been raining since yesterday. It has been raining. It's a continued action. It's continued. Still it's continued. It has been. It's been raining since. It's been raining heavily since yesterday. Okay, clear or no? Then when we use for, things മനസ്സിലായില്ലേ? നമുക്ക് ഇതൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം, കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാം. Things to show a starting point, a specific time in the past. Okay. Then for, when we use, what's the difference? This car is for you. I working for 2 days. Yes. For 2 days, 2 ദിവസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലേ? Which shows the time duration. Okay, which shows the time duration. It's raining for 2 days. It has been raining for 2 days. 2 ദിവസമായിട്ട് മഴയാണ്. Which shows the time duration. Okay, which shows the time duration. അതായത് എന്ന് തുടങ്ങി ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നു, ലെങ്ത് ഓഫ് ടൈം. ഓക്കെ, കാലയളവ് എത്രത്തോളമായി. ഓക്കെ, എത്രത്തോളമായി, ടൈം ഡ്യൂറേഷൻ ആണ് ഫോർ ഉപയോഗിച്ച് നമ്മൾ പറയുന്നത്. ടൈമിന് മാത്രമല്ലല്ലോ ടീച്ചറെ. അല്ല, അതിന് മാത്രമല്ല, ഡിഫറെന്റ് യൂസസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് യൂസസ് ഉണ്ട്. ഓക്കെ, This car is for you. yes, this flower is for you. Okay, fine. ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. I'm waiting for you. Okay, for ഉപയോഗിച്ച് വേറെ മദർ യൂസസ് ഉണ്ട്. We can discuss. Small periods വേണ്ടി ചേർക്കുന്നതാണോ for? എന്തുവാ? Small periods വേണ്ടി ചെയ്യുന്നതാണോ for? കേൾക്കുന്നില്ല. Small periods വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണോ for? ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ, നമ്മൾ എന്ന് തുടങ്ങി അത് സ്റ്റിൽ കണ്ടിന്യൂ ആണ്, എത്രത്തോളമായി, കാലയളവ്, ടൈം ഡ്യൂറേഷൻ, ലെങ്ത് ഓഫ് ടൈം. നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും. വെയിറ്റ് ചെയ്യണം. Mother looking for you. അമ്മ കാത്തിരിക്കുന്നു. Just a second. There it comes. Yes. Can you see it? Can you see it? Yeah, ma'am. Yes. Then we are going to discuss about the times words which shows the time. These 3 words which express the time. Okay. For, since, and ago. These 3 words are used to express time. So, but they are used in different ways. അതായത് 4 things കൂടുതലും പല യൂസസ് ഇല്ല, പല മീനിങ്സിന് അല്ലെ, മീനിങ്സ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്, ഫോറും സിൻസിന്റെ ഒരു ഡിഫറൻസ്, അവ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതാണ് നമ്മളിപ്പോ നോക്കിയത്. സിൻസ് ഷോസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, സിൻസ് ഒരു സ്റ്റാർട്ടിംഗ്, പാസ്റ്റിൽ നടന്ന ഒരു ആക്ടിവിറ്റി എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അത് പറയുവാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിൻസ് ഉപയോഗിച്ച് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, I have been living in Pune since 2019. Okay, 2019 മുതൽ ഞാൻ അവിടെ താമസിക്കുകയാണ്. I have been living in Pune since when it is started. Okay, still continuing, the action is still continuing. അത് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. But it shows a specific time which what happened in the past. Okay, അതായത് പാസ്റ്റിൽ നടന്ന ഒരു സ്പെസിഫിക് ടൈം എക്സ്പ്രസ് ചെയ്യുവാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, സിൻസ് ഉപയോഗിച്ച് പറയുന്നത്. We have been friends since high school. ഹൈസ്കൂൾ മുതൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്.
since high school. Okay, it's been raining heavily since yesterday. Since last day, since last night. It's been raining heavily since last night. You can say that. Since eppo mudalana thodangiyathu. Eppo mudalana thodangiyathu. She has been working as a nurse since last year. She has been working as a nurse. Aval nurse aayittu work cheyan thodangiyathu kazhinja varsham mudalana. Still it is continuing. It is continuing. Okay, clear aano? Can you make sentence by using since? Okay, since ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? To show the specific time in the past. Clear aano? മനസ്സിലായോ? മാഡം എഗോ ഏത് ഭാഗത്തൊക്കെ ആയിരുന്നു? ഫോർ സിൻസ് എഗോ എന്ന് പറഞ്ഞില്ല. അപ്പൊ എഗോ അതെ. അപ്പം നമ്മൾ ജീവിക്കുമ്പം കുറെ വർഷങ്ങളായി. അപ്പം 4 years എഗോ എന്ന് ടൈം ഡ്യൂറേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ജെറിൻ വെയിറ്റ് സിൻസ് ആണ് ഇപ്പൊ മിസ് പറഞ്ഞത്. അത് ക്ലിയർ ആയോ? Can you make some sentence by using since to show a specific time in the past? പറയാമോ? Children have been playing since afternoon. Children have been playing since afternoon. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ പിള്ളേര് കളിക്കാൻ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ അവർ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. Children have been playing since afternoon. Since afternoon. Clear aano? I have known about this job since January. January മുതൽ എനിക്ക് ഈ ജോബിനെ കുറിച്ച്, ഈ ജോലിയെ കുറിച്ച് അറിയാമായിരുന്നു. Okay, job vacancy കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു. I have known about this job vacancy still since January. Since January. Sarah has been sick since Friday. അവൾ ഫ്രൈഡേ മുതൽ അവൾക്ക് അസുഖമാണ്. Since Friday. Sarah has been sick since Friday. അതായത് നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? സിൻസ് ഉപയോഗിച്ച് പറയുന്നത്. ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിംഗ് ഹിയർ? നീ എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഹൗ ലോങ് ഹാവ് യു ബീൻ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് നമ്മൾ സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിച്ച് പറയുന്നത്. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് or have you been living here? How long have you been working here? How long have you been living here? നീ എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? Okay, I have been living here for 10 years. For 10 years. Or you can say that I have been living here since 2020. Or whatever it is. Okay, starting point of time. കാണിക്കാനാണെങ്കിൽ since ഉപയോഗിച്ച് പറയാം. Yes. ഒരു ടൈം എപ്പോ മുതലാണ് അത് തുടങ്ങിയത്? ഒരു സ്പെസിഫിക് ടൈം കാണിക്കുവാൻ. അതായത് ഇയർ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സമയമാകാം. സിൻസ് 2 days. സോറി, അല്ല, നമുക്ക് പറയാം. സിൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട്. നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. Then, can you make some sentence since 1995? ഇയർ പറയാം. Okay, since 1995. Since yesterday. ഇന്നലെ മുതൽ. അത് തുടങ്ങിയത് ഇന്നലെ മുതലാണ്. ഇന്നലെ മുതൽ. Since yesterday. Since last week. കഴിഞ്ഞ ആഴ്ച മുതലാണ് തുടങ്ങിയത്. Since last week. It's been started. Okay, it's been started since last week. You can say that. Since morning. രാവിലെ മുതൽ. He is sick since morning. Okay. He is sick since morning. ഇന്ന് മോർണിംഗ് മുതൽ അവൾക്ക് അസുഖമാണ്, അവൾക്ക് സുഖമില്ല. Since I came here, since I saw you. Okay, we can use since. Starting point of time, which shows a starting point of time. The next one, the other use of since, which shows reason for something. എന്തിന്റെങ്കിലും ഒരു കാരണം പറയുവാൻ since ഉപയോഗിച്ച് പറയുന്നു. To show some reason. എന്തിന്റെങ്കിലും കാരണം. Since it was raining, we stayed indoors.
മഴ പെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇൻഡോഴ്സിലായിരിക്കുന്നത്. മഴ പെയ്യുന്നത് കൊണ്ടാണ്. ടു ഷോ സംതിങ് റീസൺ, ടു ഷോ റീസൺ ഫോർ സംതിങ് വി യൂസ് സിൻസ് ഉപയോഗിച്ച് പറയുന്നു. ഓക്കെ, സിൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും റീസൺ പറയാനും നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നു. The next one, since we don't have time to cook, let's order some delivery. Let's order some delivery. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്. Which shows a reason for something. അതായത് എന്തെങ്കിലും കാരണം ഉണ്ടാകാം ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ആയിരിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാം, സിൻസ് ഉപയോഗിച്ച് പറയാം. ക്ലിയർ ആണോ? ഫസ്റ്റ് യൂസ് ഓഫ് സിൻസ്, we see that to show a starting point, a specific time in the past. Okay, we saw so many examples. I have been living in Pune, yes, since 2019. We have been friends since high school. She has been working as a nurse since last year. Okay, since ഉപയോഗിച്ച് ഒരു starting point of time പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിച്ച് പറയുന്നത്? സിൻസ് ഉപയോഗിക്കുന്നത്. The next one, to show some reason. അതായത് എന്തെങ്കിലും ഒരു റീസൺ, അതുകൊണ്ടാണ്. Since you are thirsty, you can drink water. Okay, since you are thirsty, you can drink water. Okay, ഒരു റീസൺ കാണിക്കുവാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സിൻസ് ഉപയോഗിച്ച് പറയുന്നു. Reason for something. Reason for something. The next one is for. When we use for. For എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? First we discussed that what's the difference between since and for. To show duration of time, length of time, we use for. For ഉപയോഗിച്ച് പറയുന്നു. അതായത് ഒരു ലെങ്ത് ഓഫ് ടൈം, എത്ര കാലയളവാണ് അല്ലെ ഇത് സംഭവിച്ചിട്ട് ഇത്ര കാലയളവായി. ഇവിടെ നോക്കിക്കേ, I have been living in Pune since 2019. I have been living in Pune for 10 years. You can say that. Okay, for 10 years, for 11, for 12. Okay, whatever it is, we can say by using for. For ഉപയോഗിച്ച് കാലയളവ് പറയുന്നു. Length of time. അത് തുടങ്ങിയിട്ട് എത്ര വർഷമായി, എത്ര സമയമായി. For 2 days, it's been raining. For 2 days, 2 ദിവസമായിട്ട് നല്ല മഴയാണ് അല്ലെ, മഴ പെയ്യുന്നു. It's been raining for 2 days. കാലയളവ് പറയുവാൻ എന്ത് ഉപയോഗിക്കുന്നു? For ഉപയോഗിച്ച് പറയുന്നു. We have been friends since high school. Since ഉപയോഗിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇങ്ങനെ പറയാം, we have been friends for the last 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് for കാലയളവ് കാണിക്കുന്നു. For the last 5 years, we have been good friends. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര വർഷമായി. കാലയളവ് കാണിക്കാൻ for ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? It shows the duration of time. It shows the duration of time. Clear ആണോ? Say yes or no? Yes, ma'am. Clear ആണോ? Can you make some sentence by using for? Then. Okay, fine. The next one is for. The other use of for is to show some purpose. അതായത് എന്തെങ്കിലും ഒരു പർപ്പസ് കാണിക്കുവാനും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ കാണിക്കാൻ. This class is for drinking water. Okay, the pen is for writing. എന്തിന്റെങ്കിലും ഒരു പർപ്പസ്, അത് എന്തിനു വേണ്ടിയുള്ളതാണ്. To show something, to show some purpose of something, we use for. For ഉപയോഗിച്ച് പറയുന്നു. For ഉപയോഗിച്ച് പറയുന്നു. Preposition for ഉപയോഗിക്കുന്നു. This glass is for drinking water. The pen is for used for writing. The pen is used for writing. Writing ന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് pen ഉള്ളത്. The playground is for playing. Okay. The then what else? What else you can say? You can give me some examples for this. I made this. Okay, I made this. I bought this for you. അതല്ല, അത് നമുക്ക് ഇന്റന്റഡ് റെസിപ്പി. നമ്മൾ ഉദ്ദേശിച്ച ആളാണെങ്കിൽ അല്ലെ, നമ്മൾ ഉദ്ദേശിച്ച ആളാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? For ഉപയോഗിച്ച് പറയാം. I'm waiting for you. നേരത്തെ ആരോ പറഞ്ഞു I'm waiting for you. ഞാൻ നിനക്ക് വേണ്ടി, നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് വേണ്ടി അല്ലെ. I'm waiting for you. Okay. Then I made this for you. We made this cake for you. ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ഉദ്ദേശിച്ച ആളാണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? This gift is for you. I bought this for you. ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ്.
I bought this for you. I'm very happy about you or for you. I'm very happy for you. Okay, I feel proud. I feel proud for you. Okay, intended recipient also we use for. For intended recipient, നമ്മൾ ഉദ്ദേശിച്ച ആളാണ് അല്ലേ എങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു for ഉപയോഗിച്ച് പറയാം. First one discuss that to show duration, length of time we use for, which shows the time, the duration of time we use for ഉപയോഗിച്ച് പറയുന്നു. For example, we have been friends for 10 years. Okay, all these are the examples. And can I make some sentence more by using for, which shows the duration of time? Please try to make some sentence. We have been waiting for a bus for over an hour. Okay, for over an hour. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ബസ്സിന് വേണ്ടി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. We have been waiting for a bus. We have been waiting for a bus for over an hour. For over an hour. ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മണിക്കൂറായി. Okay. Then he has been sleeping for 3 hours. 3 മണിക്കൂറായി അവൻ കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട്. Okay, he has been sleeping for 3 hours. For 3 hours. For 3 hours. I have been suffering from fever for the last 3 days. For the last 3 days. I have been suffering from fever for the last 3 days. I have been suffering from fever for the last 3 days. Clear or no? Then, next use of for to show some purpose. Okay? Let's see. Then, for purpose, to show some purpose of something. ഇതിന്റെ ഈ ഒരു purpose, അതിന്റെ ഉദ്ദേശം എന്താണ്? അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? We use for. This is for this thing. അല്ലെ ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. The glass is for drinking water. The pen is writing. Okay, we can use that. The next one for intended recipient, നമ്മൾ ഉദ്ദേശിച്ച ആളാണെങ്കിൽ we made this cake for you. We bought this for you. Okay, this gift is for you. നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. Okay, I'm waiting for you. നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നു. Okay, we use the preposition for ഉപയോഗിച്ച് പറയുന്നു. Next one we discuss that ago. Ago, what's the use of this word? Ago. How far back in the past an action happened? എത്ര നാൾക്ക് മുൻപാണ് ഈ ആക്ഷൻ അവിടെ നടന്നത്? Ago, 10 years ago, which comes at the end of a sentence. ഒരു സെന്റൻസിന് ശേഷമാണ് ഈ ഒരു വേർഡ് വരുന്നത്. Okay, ഈ വേർഡ് വരുന്നത് ago, 10 years ago, 2 days ago, I met him 2 days ago. 2 ദിവസത്തിന് മുമ്പാണ് കണ്ടത്. I met him. Okay, okay, ഒരു how far back an action happened. How far back in the past an action happened. എത്ര നാൾക്ക് മുൻപാണ് ഈ ആക്ഷൻ അവിടെ നടന്നത് കാണിക്കുവാൻ നമ്മൾ ago എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുന്നു. Which comes at the end of the sentence. ഒരു സെന്റൻസിന്റെ ഏറ്റവും അവസാനമാണ് ഈ വേർഡ് വരുന്നത്. Okay, clear ആണോ? I talked to him a few minutes ago. കുറച്ച് ജസ്റ്റ് ഒരു വേർഡ് കൂടി ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. I talked to him a few minutes ago. കുറച്ച് മിനിറ്റിന് മുമ്പാണ് ഞാനൊന്ന് സംസാരിച്ചത്. I talked to him a few minutes ago. He sent the letter 3 days ago. I started learning English 4 months ago. Okay, ago. It shows how far back in the past an action happened. എത്ര നാൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നത്? അല്ലെങ്കിൽ അല്ലെ നമ്മൾ ago എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? I started learning English 3 months ago. I started learning English 3 months ago. Okay, 4 months ago. I ate lunch about an hour ago.
ഞാൻ ലഞ്ച് കഴിച്ചത് 1 മണിക്കൂർ മുമ്പാണ്. I eat lunch about an hour ago. I eat lunch about an hour ago. They left from here. ഇവിടെ നിന്ന് അവർ പോയിട്ട് അല്ലെ ഒരു 10 minutes ago. They left from here 10 minutes ago. These all are the uses of for since and ago. For since and ago. Clear ആണോ? മനസ്സിലായോ? Clear ആണോ? First we discuss since to show a specific time in the past. ഒരു പാസ്റ്റില് നടന്ന ഒരു ആക്ഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് കാണിക്കുവാൻ നമ്മൾ since ഉപയോഗിച്ചു. The next use of since is to show some reason for something. അതിന്റെ എന്തെങ്കിലും ഒരു കാരണം പറയാം. Since it was raining, we stayed indoors. Okay. The next one we discussed that for ആണ് നമ്മൾ നെക്സ്റ്റ് കണ്ടത്. It shows duration of time, the length of time. ആക്ഷൻ എത്ര നാളായി നടക്കുന്നത്. Which shows അതിന്റെ കാലം അല്ലെ കാണിക്കുവാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ടൈം കാണിക്കുവാൻ നമ്മൾ for ഉപയോഗിച്ച് പറയുന്നു. Okay, we saw so many examples. The next one, for is used to show some purpose of something, some object. എന്തിന്റെയെങ്കിലും ഒരു പർപ്പസ് കാണിക്കുവാൻ. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? This glass is for drinking water, whatever it is we use for. The next one is for intended recipient. We use for intended recipient. Okay, I'm waiting for you. This glass is for, this gift is for you. I bought this for you. I'm happy for you. Okay, then ago, which comes at the end. Okay, how far back an action was happened. To show that we use the word ago. Ago ഉപയോഗിച്ച് പറയുന്നു. Okay, so many examples we see. Clear ആണോ? മനസ്സിലായോ? You understand? Yes, ma'am. Clear ആണോ? What about others? Yes, Miss, clear. Okay. Ma'am. Yes. Okay. Okay, thank you so much. I think it's time Thank you, Miss. to end of the session. Thank you. Have a nice day to all. Thank The you. next- Yes. Thank you, ma'am. Same to you. Okay, be the for your next teacher. Thank you.